ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫിംഗറാണ്. ഒരു സ്റ്റാർട്ടർ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തിലോപ്പിയ മീനാണ്. മുള്ളില്ലാത്ത ദശക്കട്ടിയുള്ള മീൻ തന്നെ വേണം ഇതിനെ എടുക്കാനായിട്ട്. ഞാൻ ആ തിലോപ്പിയ മീൻ നല്ലോണം ക്ലീൻ ചെയ്ത് ഇതേപോലെ വെള്ളത്തിൽ നല്ലോണം ക്ലീൻ ചെയ്ത് അതേപോലെ ഒരു ഫിംഗറിൻ്റെ വലുപ്പത്തിൽ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുള്ളൊന്നും ഇല്ലാതെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുള്ളില്ലാത്ത മീൻ തന്നെ വേണം കേട്ടോ അതിന് എടുക്കാനായിട്ട്. മുള്ളില്ലാത്ത ഇതുപോലെ വൈറ്റ് ഫ്ലഷുള്ള മീൻ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. നെയ്മീൻ കിട്ടാത്ത കാരണമാണ് ഞാനിവിടെ തിലോപ്പിയ മീൻ എടുത്തിട്ടുള്ളത്. നെയ്മീനാണ് കൂടുതൽ ഇതിന് ബെറ്ററായിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. മുള്ളില്ലാത്ത ദശക്കട്ടിയുള്ള മീൻ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിനായിട്ട് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിത് അവിടെ ഫിഷ് ഫിംഗർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനം ഞാനിത് ഇവിടെ ഒരു 500 ഗ്രാം തിലോപ്പിയ മീൻ നന്നായി ക്ലീൻ ചെയ്ത് മുള്ളൊക്കെ കളഞ്ഞ് ഇത് അതേപോലെ ഒരു ഫിംഗറിൻ്റെ വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സാധനം 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. അര ടീസ്പൂൺ മല്ലിപ്പൊടി വേണം. അര ടീസ്പൂൺ ഗരം മസാല വേണം. അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി വേണം. അര ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മുട്ട വേണം. ഒരു ചെറിയ നാരങ്ങയുടെ കുറച്ച് നീര് വേണം. ഞാൻ ഒരു പകുതി നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് നീര് നമുക്ക് എടുക്കാനുണ്ട്. ലെമൺ ഡ്രോപ്സ് എടുക്കാനുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫിഷിലേക്ക് നമ്മുടെ ഈ പൊടികളിലെല്ലാം ഇട്ട് കൊടുത്ത് ഈ മുട്ടയും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഈ പൊടികളും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് കോട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് അത് എണ്ണ ചൂടാക്കിയിട്ട് അതിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫിഷിലേക്ക് നമുക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളത് ഫിഷിലേക്ക് നമ്മുടെ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുള്ളില്ലാത്ത ദശക്കട്ടിയുള്ള അതേപോലെ വെള്ള ഫ്ലഷുള്ള മീൻ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാനിവിടെ തിലോപ്പിയ മീൻ വാങ്ങിയിട്ട് നന്നായിട്ട് അത് ക്ലീൻ ചെയ്ത് അതിൻ്റെ സെൻറ്ററിൽ മാത്രമേ മുള്ളുണ്ടായിരുന്നുള്ളൂ. മുള്ള നല്ലോണം കളഞ്ഞിട്ട് 2 സൈഡിൽ നിന്നും ആ ദശ മാത്രമേ ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലേക്കിനി നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാനിതാ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഒരു 15 മിനിറ്റ്സ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഞാനിത് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്ത ശേഷം എണ്ണ ചൂടൊക്കെ അതിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഫിഷ് ഫിംഗർ റെഡിയാവും. ഇതിന് ഒരു 15 മിനിറ്റ്സ് അങ്ങനെ ഇരിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കുക, മുള്ളില്ലാത്ത ദശക്കട്ടിയുള്ള മീൻ തന്നെ ഇതിനായിട്ട് എടുക്കണം. ചൂരമീൻ പോലുള്ള മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചൂരമീനിൽ ഉള്ള കറുപ്പത്ത കളറായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഫിഷ് ഫിംഗറിന് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് മുള്ളില്ലാത്ത ദശക്കട്ടിയുള്ള വൈറ്റ് ഫ്ലഷുള്ള അതായത് വൈറ്റ് കളറിലുള്ള മീൻ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോഴേ നമ്മുടെ ഫിഷ് ഫിംഗർ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ട് ഈ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമ്മളിവിടെ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫിഷ് ഫിംഗർ റെഡിയാവും. നമ്മളിതാ ഓരോന്നോരോന്നായി എടുത്തു. ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്യുക.
കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാത്തിനും ഓരോന്നോരോന്നായി എടുക്കുക. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക. നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഫിഷ് ഫിംഗർ റെഡിയാകും. നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിത് ഇവിടെ ആദ്യത്തെ ബാച്ച് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 4-5 ബ്രെഡ് എടുക്കുക. അതിന് ചെറുതാക്കിയിട്ട് മുറിച്ചിട്ട് മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡിയാവും. അപ്പോൾ നമുക്കിത് ബാക്കിയുള്ള ഫിഷും കൂടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മൾ ഫിഷ് ഫിംഗർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അങ്ങനെ നമ്മുടെ ഫിഷ് ഫിംഗർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. ഇതൊരു സ്റ്റാർട്ടറാണ്.